വാസ്കോ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഈസി റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ചിക്കൻ പെരട്ട് അഥവാ ചിക്കൻ വരട്ടിയതാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മൾ പരമ്പരാഗതമായ രീതിയിൽ ഓട്ടുരുളിയിലാണ് ചിക്കൻ വരട്ടുന്നത്. അതിനായിട്ട് നമ്മൾ ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഉരുളിയിൽ ഒഴിച്ചതിന് ശേഷം, ഉരുളി ചൂടായതിനു ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞിട്ടുള്ള ഒരു 3-4 സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. സവാള വഴറ്റിയെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വഴണ്ടി വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഉള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഏകദേശം ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 3 ടൊമാറ്റോ ചെറുതായി മുറിച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ വരെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി നമ്മളൊന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് മുളക് പൊടി ഏകദേശം ഒരു 2 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ മല്ലിപ്പൊടി ഏകദേശം ഒരു 2-3 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഒന്ന് ചേർത്ത് നമ്മൾ നന്നായി വഴറ്റിയെടുക്കുക. നമ്മൾ പൊടിയുടെ ഒക്കെ തന്നെ ഈ എണ്ണയിൽ കിടന്നൊന്ന് വഴറ്റിയ പച്ചമണമൊക്കെ ഒന്ന് പൊടിയുടെ ഒക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടി, ചിക്കൻ നമുക്ക് വെള്ളം വാർത്തതിന് ശേഷമാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. നമ്മൾ ചിക്കൻ ചേർത്ത് ഈ മസാല ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് ഒക്കെ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മൾ മസാല ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചമണക്കം മാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ നന്നായി തന്നെ ഈ മസാല എല്ലാ ഭാഗങ്ങളിലും പിടിക്കത്തക്ക രീതിയിൽ നന്നായി ഒന്ന് വഴറ്റി കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുക. കുറച്ച് സമയം ഈ എണ്ണയിലും മസാലയൊക്കെ ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ തന്നെ ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമ്മളൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. നമ്മുടെ ചിക്കനും മസാലയൊക്കെ തന്നെ ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ നമ്മൾ കൂടുതൽ ഗ്രേവി ഒന്നും ഇല്ലാതെ നമ്മൾ വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഏകദേശം ഇതിൻ്റെ ചിക്കന് ഒന്ന് എണ്ണയിൽ കിടന്നൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കും. കറിവേപ്പില നമ്മൾ അവസാനം ഒന്നുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ചിക്കൻ ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിക്കാം. ഒന്നുകൂടി തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി വെള്ളം ഒഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ചെറിയ ചൂടിൽ വഴറ്റിയെടുത്താൽ മതി. പക്ഷെ നമ്മൾ കുറച്ചുകൂടി പെട്ടെന്ന് ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം അങ്ങനെ വഴറ്റിയെടുക്കാൻ കൂടുതൽ ടൈം എടുക്കും. നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് കത്തിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചിക്കൻ വെന്ത് കിട്ടും. ഏകദേശം ചിക്കൻ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പെരുംജീരകം അതും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായി തന്നെ വഴറ്റി കൊടുക്കാം. നമ്മളതിൻ്റെ വെള്ളമൊക്കെ തന്നെ നന്നായി വറ്റി ഒന്ന് വരണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ കുറച്ച് സമയം വഴറ്റിയതിന് ശേഷം വീണ്ടും 1-2 തവണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ നമ്മളെ നാടൻ ചിക്കൻ വരട്ട് റെഡിയായി. നമുക്കിത് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ പൊറോട്ടയുടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ വരട്ട് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വെള്ളം ഒട്ടും തന്നെ ഇല്ലെങ്കിലും നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ തന്നെ കഴിക്കാൻ വേണ്ടി സാധിക്കും. ഇനി അഥവാ നമുക്ക് കുറച്ച് ഗ്രേവി ആവശ്യമെങ്കിൽ കുറച്ച് മാത്രം വേണമെങ്കിൽ നമ്മൾ വരട്ടിയതിന് ശേഷം ബാലൻസ് ഉള്ളതിൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തുകൊണ്ട് നമുക്ക് ഗ്രേവി ആക്കിയും ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് പെരട്ട് വെള്ളമില്ലാതെ ഡ്രൈ ആയിട്ട് ഉപയോഗിക്കുന്നതിനാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളത്. എല്ലാവരും തന്നെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മളെ ചാനലിൽ വരുന്ന വീഡിയോസ് ഒക്കെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് വാസ്കോ വ്ളോഗ്സ്.